Hi all, welcome to the 7th lecture of Basic Mechanical Engineering. In the previous lecture, we had discussed about the basic cycles in thermodynamics, and they are Otto cycle, diesel cycle and Carnot cycle. Okay, so ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡീസൽ സൈക്കിളിൻ്റെയും ഓട്ടോ സൈക്കിളിൻ്റെയും കാർനോട്ട് സൈക്കിളിൻ്റെയും എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഹൗ ടു കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് എ diesel cycle, Carnot cycle and Otto cycle. Okay, so ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് we are going to discuss some of problems related to these thermodynamic cycles. This is a very important area and you need to give specific attention in these topics because ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു 1-2 പ്രോബ്ലംസ് നമുക്കിതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ലൈബ്രറിനകത്ത് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ അവർ സ്റ്റോർ. ഓക്കെ, സോറി, നോട്ട് ലൈബ്രറി, ഇറ്റ്സ് അവൈലബിൾ ഇൻ ദ സ്റ്റോർ. ഓക്കെ, യു ക്യാൻ ഗോ ആൻഡ് പർച്ചേസ് ദാറ്റ് വൺ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്ന ഗ്രൂപ്പ് ദാറ്റ് ജെ ബെഞ്ചമിൻ്റെ ഒരു ചെറിയ ബുക്കാണ്. യു ക്യാൻ ബൈ ഇറ്റ് ഓൺ അവർ സ്റ്റോർ. ഓക്കെ, സോ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന് മുമ്പത്തെ ടോപ്പിക്സ് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ഡയറക്റ്റ് ചോദിച്ചാൽ മതി, ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. എൻ്റെ നോട്ട്സൊക്കെ ഞാൻ തരാം. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമുക്കിത് എന്തായാലും മനസ്സിലാക്കി തന്നെ പോവാം. ഓക്കെ, സോ ഐ എം ഗോയിങ് ഫോർ ദ ഫസ്റ്റ് പ്രോബ്ലം, the Carnot cycle problem. ഇതിനു മുമ്പ് please go back and listen to the Carnot cycle that I have discussed earlier. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എഫിഷ്യൻസിൻ്റെ കാൽക്കുലേഷൻസ് ഒന്ന് നോക്കണം. The derivation is asked in the previous examinations. Okay, so you have to study those derivations. Derivations are important and the problems are also important. ഓക്കെ, നമുക്ക് അതിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം, ഡ്യൂറിങ് എ കാർനോട്ട് സൈക്കിൾ ദ വർക്കിംഗ് ഫ്ലൂയിഡ് receives heat at a temperature of 317 degrees Celsius and reject heat at a temperature of 22 degrees Celsius. Find the theoretical efficiency of the cycle. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? ഡ്യൂറിങ് എ കാർനോട്ട് സൈക്കിൾ ദ വർക്കിംഗ് ഫ്ലൂയിഡ് റിസീവ്സ് ഹീറ്റ്. അതായത് ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഈസ് 317 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹീറ്റ് റിജക്റ്റഡ് ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ്. So find the theoretical efficiency. We need to find out the efficiency of the cycle. So what is the efficiency of a Carnot cycle? അല്ലെങ്കിൽ what is the equations of efficiency of a Carnot cycle? അത് നമ്മുടെ കാർനോട്ട് സൈക്കിൾ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ലെക്ചറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് നോക്കുക, അത് എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം, എന്നാലേ അതിന് കാര്യമുള്ളൂ. ഒന്നുകൂടെ ആ ഒരു വീഡിയോ കൃത്യമായിട്ട് കാണാം. പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ വൺസ് അഗെയിൻ and then you will get a clear idea about that topic. Okay, so ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു Carnot cycle is a cycle which consists of 4 processes, 2 isothermal process and 2 adiabatic processes. Okay, ഇതിനകത്ത് temperature, there is a higher temperature and a lower temperature and the temperature entropy diagram is shown in the figure. അതായത് ഈ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. there are only 2 temperatures and there is a higher temperature and a lower temperature, and also the efficiency of a Carnot cycle eta, which is equal to 1 minus lower temperature by higher temperature. Okay, 1 minus lower temperature by higher temperature. We have already derived this equation in lecture number 5. Okay, please go and watch that. So we have given that higher temperature of the system and lower temperature. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇതിനകത്ത് ഹീറ്റ് റിസീവ്സ് വർക്കിംഗ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് റിസീവ്സ് ഹീറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 317 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് റിജക്ട് ഹീറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 22 ഡിഗ്രി സെൽഷ്യസ്. Here the lower temperature is 22 degrees Celsius or heat rejecting temperature, and the higher temperature is 317 degrees Celsius. So രണ്ടും തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ we can calculate the efficiency of the Carnot cycle by using this equation. Efficiency equal to 1 minus T2 by T1. It is equal to 1 minus
295 divided by 590. എന്താണ് 295 എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ഡിഗ്രി സെൽഷ്യസ്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന കാര്യം കൺവേർട്ട് ദ ടെമ്പറേച്ചർ ഇൻ ടു കെൽവിൻ. ഓൾവേസ് കൺവേർട്ട് ദ ഡിഗ്രി സെൽഷ്യസ് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ടു കെൽവിൻ. ഏത് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും ഓൾവേസ് ട്രൈ ടു കൺവേർട്ട് ദ ഡിഗ്രി സെൽഷ്യസ് വാല്യൂ ടു കെൽവിൻ. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ T1 എന്ന് പറയുന്നത് 370 ഡിഗ്രി സെൽഷ്യസ് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 590 കെൽവിൻ. 317 പ്ലസ് 273, 317 പ്ലസ് 273 ആണ് കെൽവിൻ വരെ, 590 വരും. ആൻഡ് T2 is equal to 22 plus 273 is equal to 295 Kelvin. So substitute these values, 1 minus 295 by 590, lower temperature divided by higher temperature, which is equal to 0.5. That means the efficiency is 50%. The efficiency of this Carnot cycle is 50%. Okay. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് സോൾവ്ഡ് പ്രോബ്ലമാണ്, സോൾവ്ഡ് പ്രോബ്ലം ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. സോ അത് നോക്കി വെക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റിലേക്ക് പോവാം. എ കാർനോട്ട് സൈക്കിൾ വർക്ക്സ് വിത്ത് അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ 5 and isothermal expansion ratio 2. The volume of air at the beginning of the isothermal expansion is 0.3 meter cube. If the maximum temperature and pressure is limited to 550 Kelvin and 21 bar, determine the minimum temperature in the cycle. 2. The thermal efficiency of the cycle, pressure at salient points and work done per cycle. Take gamma equal to 1.4. So gamma is the ratio of specific heats is equal to 1.4. In case it is not given, assume this as 1.4. ഒരു ജനറൽ സാധാരണ ഒരു ഗ്യാസിൻ്റെ നോർമൽ എയറിൻ്റെ സ്പെസിഫിക് റേഷ്യോ എന്ന് പറയുന്നത് 1.4 ആയിരിക്കും. സോ അതെടുത്താൽ മതി. ഓക്കെ, സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ തിങ്സ് ടു ബി ഫൗണ്ട് ഔട്ട്. വാട്ട് ആർ ദ തിങ്സ് യു വാണ്ട് ടു ഫൗണ്ട് ഔട്ട് ഹിയർ? ദ മിനിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ, ഓൾസോ ദ തെർമൽ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ. In a Carnot cycle there is a maximum temperature and a minimum temperature. രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഒരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ തെർമൽ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ ആൻഡ് പ്രഷർ അറ്റ് ഓൾ ദ പോയിന്റ്സ്, ഓൾ ദ സാലിയൻറ്റ് പോയിന്റ്സ്, അല്ലെങ്കിൽ P1 P2 P3 P4 ആ ഒരു പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ആൻഡ് ഓൾസോ വർക്ക് ഡൺ പെർ സൈക്കിൾ. സോ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്, അതൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ഫസ്റ്റ് വി ഹാവ് ഗിവൺ ദാറ്റ് the compression ratios and the expansion ratios. Okay, so what is the compression ratio? അതായത് ചേഞ്ച് ഇൻ വോള്യം, അതായത് നമ്മൾ വോള്യം, അതായത് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഇവിടെ ഇപ്പം നോക്കിക്കോ, അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ കംപ്രഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് അഡിയാബാറ്റിക്കലി. ഏതായിരുന്നു പ്രോസസ് 4:1 is the adiabatic compression process. Process 4:1 is the adiabatic compression process. So adiabatic compression ratio എന്ന് പറയുന്നത് V4/V1 ആയിരിക്കും. ഓക്കെ, വോള്യം അറ്റ് 4 ഡിവൈഡ് ബൈ വോള്യം അറ്റ് 1 ആയിരിക്കും. ആൻഡ് ഓൾസോ given isothermal expansion ratio. What is isothermal expansion ratio? Process 1 to 2 is the isothermal expansion process. 1 to 2 is the isothermal expansion process. So that V2/V1 ആയിരിക്കും isothermal expansion ratio എന്ന് പറയുന്നത്. Okay, so compression ratio and isothermal expansion ratio are given as 5 and 2. So V1/V1 is equal to 5 and V2/V1 is equal to 2. Okay, and also given that the volume of the air at the beginning of the isothermal expansion is 0.3 meter cube. എന്ന് വെച്ചാൽ എന്താ, 1 to 2 ആണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ബിഗിനിങ് ഓഫ് ദ ഐസോതെർമൽ എക്സ്പാൻഷൻ മീൻസ് വോള്യം ഓഫ് ദ എയർ അറ്റ് സ്റ്റേറ്റ് 1. ഈ 1 എന്നുള്ള പോയിന്റിലുള്ള വോള്യം ആയിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്. ഗിവൺ ദ വോള്യം ഓഫ് ദ എയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഐസോതെർമൽ എക്സ്പാൻഷൻ ഈസ് 0.3 meter cube. ഓക്കെ, സോ V1 ഈസ് ഗിവൺ ആസ് 0.3 meters cube ആണ്, സോറി ഇത് മീറ്റർ ക്യൂബ് ആണ്.
and also temperature is given. The maximum temperature and pressure limited to the maximum temperature എന്ന് പറയുന്നത് 550 Kelvin ആണ് and maximum pressure എന്ന് പറയുന്നത് 21 bar ആണ്. So from this figure we can easily see that maximum pressure is at 1. ഇതായിരിക്കും maximum pressure വരുന്നത്, P1 ആയിരിക്കും. So P1 is equal to 21 bar. Given തന്നിരിക്കുന്നത് P1 is equal to 21 bar എന്ന് തന്നിട്ടുണ്ട്. Okay. So write down that as 21 bar means 21 into 10 raised to 5 Newton per meter square. Convert it into meter. Okay. So temperature is given, temperature T1 which is equal to T2 which is equal to 550 Kelvin. Okay. Higher temperature തന്നിട്ടുണ്ട് 550 Kelvin. So we need to find out temperature 4 അല്ലെങ്കിൽ lower temperature and efficiency and pressure at saline points P2, P3, P4 and work done. Okay. So previously we have discussed about the adiabatic process, and it is a very important relationship between the temperature and volume of the adiabatic process, where gamma is the ratio specific heats. Okay. That is T4 by T1 is equal to V1 by V4 all raised to gamma minus 1. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഫോർ ആൻ അഡിയാബാറ്റിക് പ്രോസസ് ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഓഫ് ദ പ്രോസസ്. ദാറ്റ് ഈസ് T4 by T1 is equal to V1 by V4 all raised to gamma minus 1. So for that, from this equation we get T4 is equal to T1 into V1 by V4 all raised to gamma minus 1. Okay. And the T1 temperature 1 is given as 550. And volume 1, what is volume 1? Sorry, volume 1 is not given, but we have given that V4 by V1 is equal to 1, sorry 5. Okay, this is the adiabatic compression ratio. Okay, so V4 by V1 1 by 5 ആയതുകൊണ്ട് തന്നെ V1 by V4 എന്ന് പറഞ്ഞാൽ 1 by 5 ആയിരിക്കും. And also gamma is equal to 1.4 and 1.4 minus 1. Okay, we will get 288.92 Kelvin. And also this is the temperature at state 4 or T4, and which is equal to temperature at state 3 and T3, and T3 is equal to T4 is equal to 288.92. So നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് നോട്ട് ചെയ്തിട്ട് പഠിക്കണം. ഫോർ an adiabatic process this is the relationship between temperature and volume of that process. ഇവിടെ 1 to 4 is the adiabatic process or adiabatic compression process, and the air is compressed adiabatically. Okay, so ഈ question നോട്ട് ചെയ്തെല്ലാം പഠിക്കണം. Okay, next efficiency. So efficiency നമ്മൾ efficiency of a Carnot cycle is equal to efficiency eta is equal to 1 minus lower temperature divided by higher temperature. Okay, 1 minus T3 by T1 അല്ലെങ്കിൽ T4 by T1, because T3 and T4 are same, which is equal to 1 minus 288.92 divided by 550, which is equal to 0.4747 or 47.47%. Okay, so this is the efficiency of a Carnot cycle. നമ്മൾ അതിനകത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ രണ്ടാമത്തെ കണ്ടുപിടിച്ചു T4 കഴിഞ്ഞ് എഫിഷ്യൻസി കഴിഞ്ഞു. ഇനി P2, P3, P4 ആൻഡ് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. സോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ നെക്സ്റ്റ് പ്രോസസ് 1 to 2 is an isothermal process in which temperature is constant. We know that P1 V1 by T1 is equal to P2 V2 by T2. Okay, അതാണ് നമ്മുടെ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. P1 V1 by T1 is equal to P2 V2 by T2. So the temperature constant ആയതുകൊണ്ട് തന്നെ P1 V1 is equal to P2 V2. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. For an isothermal process this is the equation between pressure and volume. Okay, relation between pressure and volume of the state 1 and state 2 for an isothermal process. Okay, so from this equation we get P2 is equal to P1 V1 by V2 എന്ന് കിട്ടും. P2 is equal to P1 V1 by V2 or V2 by V1 is equal to 2 എന്ന് കിട്ടും. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. V2 by V1 is equal to 2 or isothermal expansion ratio എന്ന് പറയുന്നത് 2 ആണ്. V2 by V1 is equal to 2. V2 by V1 is equal to 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് P1 into V1 by V2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? സോ അല്ലെങ്കിൽ V2 is equal to 2V1 എന്ന് കിട്ടും. V2 is equal to 2 into V1 which is equal to 2 into 0.3 എന്ന് കിട്ടും. Which is equal to 0.6 meter cube. So
V2 നമുക്ക് V1 തന്നിട്ടുണ്ട്. V1 എത്രയാണ് തന്നിട്ടുള്ളത്? V1 is equal to 0.3 meter cube. Because of that we get V2 is equal to 0.6 meter cube എന്ന് കിട്ടും. Then V2 കിട്ടിക്കഴിഞ്ഞാൽ what is the next process? V2 കണ്ടുപിടിക്കുക. From this equation substitute the value of V1 and V2. എന്ത് കിട്ടും നമുക്ക്? V2 is equal to V1, P1, V1 and V2. P2 എന്ത് കിട്ടും? 21 into 10 raised to 5 into 0.3 by 0.6, where V1 is equal, P1 is equal to, P1 എന്താണ്? 21 into 10 raised to 5 Newton per meter square ആണ്. Okay. P2 is equal to P1 V1, P2 is equal to 21 into 10 raised to 5 into 0.3 divided by 0.6 എന്ന് കിട്ടും. Is equal to 10.5 into 10 raised to 5 Newton per meter square. Okay, this is equal to 10.5 bar എന്ന് വരും. സോ നമ്മൾ P2 കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? ടെമ്പറേച്ചർ 4 കണ്ടുപിടിച്ചു, എഫിഷ്യൻസി കണ്ടുപിടിച്ചു, P2 കണ്ടുപിടിച്ചു. നെക്സ്റ്റ് P3 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നോക്കണം. എന്താ? ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്, adiabatic expansion process. 2 to 3 is adiabatic expansion process, and from that adiabatic process 2 to 3 നമ്മളെന്നറിയാം. For an adiabatic process, it is the relation between pressure and temperature. For an adiabatic process, this is the relation between pressure and temperature. Okay, so ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് is the relation between temperature and volume. This equation is the relation between temperature and volume of an adiabatic process, and also this is the relation between pressure and temperature for an adiabatic process. ഈ രണ്ട് ഇക്വേഷനും അതുപോലെ പഠിച്ചു വെക്കണം. സോ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, സോ അതിന് നോക്കേണ്ട ആവശ്യമില്ല. സോ we know that P3 by P2 is equal to T3 by T2 all raised to gamma by gamma minus 1 is the relation between pressure and temperature for an adiabatic process. Okay, so 2 to 3 is an adiabatic process, and we need to find out the pressure at state 3. So from this equation we have already derived and calculated T3 and T2. So substitute these values. P3 is equal to P2 multiplied by P2 എന്ന് പറയുന്നത് 10.5 ആണ്, 10.5 ബാർ ആണ്, അല്ലെങ്കിൽ 10.5 into 10 raised to 5 ന്യൂട്ടൺ per meter square ആണ്, ന്യൂട്ടൺ per meter square ആണ് ഇവിടെ തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈഡ് ബൈ T3 divided by T2 all raised to gamma 1.4 divided by 1.4 minus 1. Substitute and simplify this one. We get P3 is equal to 1.10 bar. ഇത്രയും കിട്ടി. P3 നമുക്ക് കിട്ടി. സോ പ്രഷർ അറ്റ് സ്റ്റേറ്റ് 3 കിട്ടി. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ദാറ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? P4ഉം വർക്ക് ഡണ്ണും കണ്ടുപിടിക്കണം. സോ P4 എന്ന് പറയുന്നത്, ആൻഡ് ഫോർ an adiabatic process 4 to 1. From this process 4 to 1, it is also an adiabatic process, and because of that P4 by P1 is equal to T4 by T1 all raised to gamma by gamma minus 1, because for an adiabatic process this is the relation between pressure and temperature. And from this equation P4 is equal to P1 into T4 by T1 all raised to gamma by gamma minus 1. That means P1 is equal to 21 into 10 raised to 5 Newton per meter square multiplied by T4 is equal to 288.92 Kelvin divided by 550 Kelvin all raised to 1.4 by 1.4 minus 1. We will get it as P4 is equal to 2.2 bar. 2.2 bar ആണ് കിട്ടി. Next we need to find out the work done. So what is the work done? So work done for any process which is equal to heat supplied minus heat rejected, or heat added minus heat rejected, we will get the work done of a process. So for that, find out the work done of a process, we need to find out first the heat supplied and then the heat rejected. Then what is heat supplied?
here heat is supplied isothermally, heat is added or supplied isothermally, and heat is rejected at isothermally. Okay, so for an isothermal process, heat supplied can be found out by using the equation Q12 is equal to P1 V1 natural logarithm of V2 by V1. So this is the equation for heat added for an isothermal process. ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലെക്ചർ 5-നകത്ത് പ്രോസസ്സിനകത്ത് പറഞ്ഞതാണ്. സോറി, ലെക്ചർ 5 അല്ല, നമ്മുടെ തെർമോഡൈനാമിക് പ്രോസസ്സിനെ പറ്റി പറഞ്ഞതാണ്. സോ അതിനോട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കൂ. ഓക്കെ, so heat is supplied during an isothermal process from 1 to 2. It is added from 1 to 2 isothermally, and heat supplied can be found out by using this equation Q1 to 2 is equal to P1 V1 natural logarithm of V2 by V1, where P1 is equal to 21 into 10 raised to 5 and V1 is equal to 0.3 meter cube, and this is Newton per meter square, and natural logarithm of V2 by V1 is also already given as V2 by V1 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വൺ, എന്ത് കിട്ടും? ln 2 എന്ന് കിട്ടും. we get 4.37 into 10 raised to 5 joules. So heat in the unit എന്ന് പറയുന്നത് joules ആണ്. So joule is the unit of heat. So heat supplied can be found out as 437 kilojoule. Okay, അല്ലെങ്കിൽ 4.37 into 10 raised to 5 joules or 437 kilojoules എന്ന് കിട്ടും. Then we need to calculate the heat rejected, and heat is rejected isothermally, and heat rejected during isothermal process 3 to 4, which is equal to Q3 to 4, which is equal to P3 V3 ln V4 by V3. V4 by V3. Process 3 to 4 ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. Q3 to 4 അല്ലെങ്കിൽ heat rejected during 3 to 4 is equal to P3 V3 ln V4 by V3. സോറി, ഇത് V3 ആണ്, തെറ്റിപ്പോയതാണ് അതിനകത്ത് വരുന്നത്. V3, സോറി P3. സോ P3 V3 ln V4 by V3 എന്ന് വരും. സോ ഫോർ an isothermal expansion ratio is equal to isothermal compression ratio. Isothermal expansion ratio എന്ന് പറയുന്നത് which is equal to isothermal compression ratio ആണ്. Here isothermal expansion process നടക്കുന്നത് 1 to 2-ലാണ്, and the expansion ratio is equal to V2 by V1. And also isothermal compression process നടക്കുന്നത് process 3 to 4 ആണ്, and the isothermal compression ratio എന്ന് പറയുന്നത് V3 by V4 ആണ്. And this is a condition that isothermal expansion ratio will be equal to isothermal compression ratio. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഒന്ന് പഠിച്ചു വെക്കണം. Isothermal expansion ratio is equal to isothermal compression ratio, and also V2 by V1 is equal to V3 by V4. And from this equation we can write V4 by V3 is equal to V1 by V2, and V1 by V2 is equal to 1 by 2, or V2 by V1 is equal to 2 and V1 by V2 is equal to 1 by 2. So ഇതിനകത്ത് V4 by V3 എന്ന് പറയുന്നത് V1 by V2 ആണെന്ന് കിട്ടി, and which is equal to 1 by 2 എന്ന് കിട്ടി. And substitute the value of V4 by V3. എന്ത് കിട്ടും? Q3 to 4 is equal to 2.2 into 10 raised to 5 multiplied by 5 into 0.3 ln 1 by 2. ഇത് സോൾവ് ചെയ്യുമ്പോൾ we get minus 224.74 kilojoule. ഇവിടെ മൈനസ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹീറ്റ് റിജക്റ്റഡ് ആണ്. ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. സോ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത് 228.74 കിലോജൂൾ ആണ്. ഓക്കെ, സോ ഹീറ്റ് സപ്ലൈഡും കിട്ടി, ഹീറ്റ് റിജക്റ്റഡും കിട്ടി. നമ്മൾ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിന്നെ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് മൈനസ് ആയതുകൊണ്ടാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 437 മൈനസ് 228.74 എന്ന് ചെയ്താൽ മതി. ഇത് മൈനസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹീറ്റ് റിജക്റ്റഡ് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ആ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ,
സോ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 437 മൈനസ് 228.74 എന്ന് കിട്ടും. ആൻഡ് ഓൾസോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 208.26 കിലോ ജൂൾ. Okay, so this is all for today, and please watch that previous videos of Carnot cycle once again, and then you will get a clear idea about this one. ഇനി ഇതിനകത്ത് തന്നിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കണം. അതൊക്കെ ഒന്ന് നോട്ടിൽ എഴുതി തന്നെ പഠിക്കണം ഇത്. ഓക്കെ, ഈ സംഭവമൊക്കെ ഒന്ന് എഴുതി നോട്ടിലേക്ക് എഴുതിയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, ഈ ടെക്സ്റ്റിനകത്ത് എല്ലാം സോൾവ്ഡ് പ്രോബ്ലംസ് ഇതിനകത്തുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.